ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസം ഭയങ്കരമായിട്ടുള്ള തിരക്കെന്ന് പറഞ്ഞാൽ യാത്രയായിരുന്നു. യാത്ര ക്ഷീണിച്ച് ആവശ്യമായി ഒരു പരുവായി. ഒരു 3-4-5 വീഡിയോയ്ക്ക് റിയാക്ഷൻ വീഡിയോ കൊടുക്കാനുണ്ട്. ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, സജീന അതിനൊരു റിയാക്ഷൻ എന്താ തരാത്തതെന്ന്. അത് സമയം ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്ഥലത്തില്ലായിരുന്നു വന്നത്. ഞാൻ എന്തായാലും ആദ്യം ഈ ബില്ല് ഇപ്പം രേഷ്മ പി തങ്കച്ചൻ, അതായത് നമ്മുടെ സ്വന്തം രേണു സുധി, ഈ കീമോയ്ക്ക് തൊട്ട് മുന്നേ എടുക്കേണ്ടുന്ന ഒരു ഇഞ്ചക്ഷൻ്റെ ബില്ലും അതിൻ്റെ കോപ്പി എല്ലാം ഇട്ട് വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ രേണുവിൻ്റെ ചേച്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുന്ന വേറെ ഒരു കാര്യമില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞ ആ ഒരു കുടുംബത്തിൽ എന്ത് ചെയ്താലും ഈ നാട്ടുകാരെ ഇത്രമാത്രം ബോധിപ്പിച്ചിട്ടേ ഓരോന്നും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ നല്ല സങ്കടമുണ്ട്. ഓരോ കുടുംബത്തിൽ എന്തെല്ലാം പോക്രിത്തരങ്ങളാണ് നടക്കുന്നത്, എന്തെല്ലാം കൊള്ളരായ്മകളാണ് നടക്കുന്നത്. അതൊന്നും ചോദ്യം ചെയ്യാൻ, അതൊന്നും എത്തി നോക്കാനും ഒരു പട്ടികളുമില്ല. ഞാൻ വളരെ വ്യക്തമായിട്ട് അങ്ങനെ തന്നെ പറയും. ഇപ്പം ഈ രേണുസുധി എന്ത് ചെയ്യുന്നു, ഏത് ചെയ്യുന്നു, നമ്മളിരിക്കുന്ന പാൻറ്റീസിൻ്റെ കളർ വരെ എന്താണ് എന്ന് നോക്കി നടക്കുന്ന കുറേ കൂതറകളുണ്ട്. വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അവരെന്ത് വളരെ ഇതായിട്ടാണ് അവരുടെ ആ ഒരു അവസ്ഥ അവർ ഇത്രമാത്രം സോഷ്യൽ മീഡിയയിൽ വിശദീകരിക്കുന്നത്. ഈ കുടുംബത്തിനല്ലാതെ വേറെ ഒരു കുടുംബത്തിന് ഇതുപോലൊരു ദുരിതം ഉണ്ടായിട്ടില്ല. അപ്പം എന്തായാലും ആ ഒരു കീമോയും അതിനെ സംബന്ധിച്ചുള്ള മെഡിസിനും അതിൻ്റെ ബില്ലിൻ്റെ കാര്യങ്ങൾ കുറിച്ച് ആ ചേച്ചി പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഇത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ ഈ ഒരു വീഡിയോ രേണുസുധി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ആ മെഡിസിൻ്റെ എമൗണ്ട് 2 ലക്ഷത്തി സംതിങ്ങിൻ്റെ ഒരു ബില്ല് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ബില്ല് എടുത്തിട്ടാണ് കുറേ ആൾക്കാർ അങ്ങ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഈ ചേച്ചി വിശദീകരണമായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അതിന്റെ പ്രൈസ് ബില്ലും ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ രേണുവിന് കീമോ കൊടുക്കുന്നത് കാർബോപ്ലാറ്റിൻ എന്ന മെഡിസിനാണ്. അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഫെസ്കോ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ആന്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ ഇഞ്ചക്ഷന്റെ കാര്യമാണ് രേണു പറഞ്ഞത് 2 ലക്ഷത്തി സംതിങ് ആണ് ഇതിന്റെ വിലയെന്ന്. ഇത് രേണുവിന് മൊത്തം പറഞ്ഞേക്കുന്നത് 6 കീമോയാണ്. 6 കീമോ കഴിയുമ്പോൾ സർജറി. ഈ 6 കീമോയ്ക്കും ഈ കീമോ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. ഈ ഒരു 2 ലക്ഷത്തി സംതിങ് രൂപയുടെ ഈ ഒരു മെഡിസിൻ, ഇത് വെറും ശരിയായിട്ട് ഞാൻ ഇപ്പോഴും അതാ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ഒരു മെഡിസിൻ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതാണെങ്കിൽ ഇത് 5000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഞങ്ങൾക്കൊന്ന് ആ കിട്ടുന്ന സ്ഥലം നിങ്ങളൊന്ന് പറഞ്ഞു തരിക. എന്റെ അനിയത്തിക്ക് വേണ്ടി ഞാനത് എന്റെ ഒരു അപേക്ഷയാണ്. ഈ ഒരു മെഡിസിൻ്റെ റേറ്റിൻ്റെ ആ ബില്ല് ഇട്ടതിന് ശേഷം ഒരുപാട്, അത് വേറെ അല്ല, സത്യസത്യമായിട്ട് പറഞ്ഞാൽ ഓരോരുത്തർ ഇടുന്നതാണേ. വോയിസ് ആയാലും പിന്നെ പേര് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു ക്യാൻസർ പേഷ്യൻറ്റ് എനിക്കൊരു വോയിസ് ഇട്ട് വന്നിട്ടുണ്ട്. അതായത് ഇങ്ങനൊരു മെഡിസിൻ ഇത്രയും എമൗണ്ട് ഒരിടത്തുമില്ല, 5000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു മെഡിസിൻ്റെ കാര്യമാണ് ഇവർ 2 ലക്ഷത്തി ഇത്രയെന്ന് പറഞ്ഞിട്ട് ആൾക്കാരങ്ങ് തട്ടിയെടുക്കാനാണ്. പിന്നെ ഇപ്പം ഈ 5000 രൂപയുടെ മെഡിസിന് 2 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ആൾക്കാരെല്ലാവരും കൂടെ കൊണ്ടുവന്ന് തട്ടി ഇട്ട് കൊടുക്കല്ലോ. ശരിയാ, 2 ലക്ഷം രൂപയുടെ മെഡിസിൻ ആണല്ലോ രേണുസുധി യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് എല്ലാവരും കൂടെ കൊടുക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് തട്ടി ഇട്ട് കൊടുക്കുമല്ലേ കാശ്. അങ്ങനെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കള്ളത്തരം പറയുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ കുറേ ഒരു വോയിസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങളിപ്പോലുള്ളവരൊക്കെ ഉണ്ട്, ഞങ്ങൾ ക്യാൻസർ പേഷ്യൻ്റ്, ഞങ്ങളിങ്ങനെ അവരെ കളിയാക്കൊന്നുമല്ല, ഒരിക്കലും അവരെ ക്യാൻസർ പേഷ്യൻ്റ് ആണെങ്കിൽ ഒരിക്കൽ പോലും ഇങ്ങനെ വന്ന് അവർ സോഷ്യൽ മീഡിയയിൽ പറയില്ല. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ സ്ഥലത്താണ് ക്യാൻസർ ഉണ്ടാകുന്നത്. ക്യാൻസർ എന്ന് പറയുമ്പോൾ എല്ലാം ഒരേ രീതിയിലുള്ളതല്ല. ചിലതെന്ന് പറയുന്നത് വേരോട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരെണ്ണം എടുത്ത് കളയുമ്പോൾ തന്നെ അടുത്ത സ്ഥലങ്ങളിൽ പിടിച്ചിരിക്കും. ചിലത് ആ പറഞ്ഞ ട്രീറ്റ്മെന്റ് കൊണ്ടുവരാൻ ഫുള്ള് കരിച്ച് കളയാൻ പറ്റുന്നതാണ്. പക്ഷെ രേണുസുധിക്ക് വന്നിരിക്കുന്ന ഈ ഒരു ക്യാൻസർ എന്ന് പറയുന്നത് വേരോടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇഞ്ചക്ഷൻ കീമോയ്ക്ക് തൊട്ട് മുന്നേ ഈ ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുന്നത് തന്നെ മുമ്പോട്ടുള്ള വേരോട്ടം തടഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 6 കീമോ ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ 6 കീമോ എടുക്കുമ്പോഴും ഈ കീമോയ്ക്ക് തൊട്ട് മുന്നത്തെ ദിവസം, അതായത് തൊട്ട് മുന്നേ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ മാത്രമേ ഈ പറഞ്ഞ പ്രയോജനം, അതായത് ആ ഒരു റിസൾട്ട് രേണുസുധിയുടെ ക്യാൻസർ പൂർണ്ണമായി നീക്കം ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഹോസ്പിറ്റലിലെ RCC എന്നാണ്, അത് വേറെ ഒന്നും കിട്ടത്തൊന്നുമില്ല. അപ്പോൾ ഈ ഒരു മെഡിസിൻ, എന്നിട്ട് തന്നെ ഇതിനകത്ത് വേറൊരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ കീമോ ചെയ്യാൻ വേണ്ടി രേണുസുധി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ടാണ് പോയത്. കോട്ടയത്തുകാർ കൈവിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ വിവരമില്ലായ്മയാണ് പറയുന്നത്. അവർ 9-ാം തീയതിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകുന്നത്. എന്തിന്? ഈ മെഡിസിൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് 10-ാം തീയതി കീമോ ചെയ്യുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെയാണ്. അപ്പൊ ഇതൊക്കെയുള്ള സത്യങ്ങൾ കണ്ണിൽ കണ്ടു കഴിഞ്ഞാലും അവരതൊന്നും ഒരു മനുഷ്യർക്ക് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നില്ലേ. അംഗീകരിക്കാതെ ഇതിന്റെ ഓരോ സംശയങ്ങളായാലും ഓരോ ഇതായാലും ഇട്ടുകൊടുത്താൽ മാത്രമല്ലേ അടുത്തൊരു കണ്ടന്റ് കിട്ടത്തുള്ളൂ. മനസ്സിലായ? അപ്പൊ സത്യം നമ്മുടെ നേരെ നിന്നാലും അതിനെതിരെ അതിനെ കണ്ണടച്ചിട്ട് അത് അസത്യമാക്കി മാറ്റിയിട്ട് വീഡിയോ ചെയ്ത് റീച്ച് ഉണ്ടാക്കുന്ന കുറെ കൂട്ടങ്ങളെയാണ് കാണുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ചില കൃമികൾ, ഇപ്പൊ കുറെ കൃമിയടികൾ പൊങ്ങിയിട്ടുണ്ട്. നിനക്കൊന്നും വേറെ പണിയില്ലേടി, എന്നെ ഡാഷ് മോളെ മറ്റേ മോളെ, നിനക്ക് അവളെ വെച്ച് ഉണ്ടാക്കി തിന്നാലേ നിനക്ക് മുഴുക്കത്തോളം ആടാ അല്ലെങ്കിൽ ആന്നടി, അതിന് നിനക്കൊക്കെ ചില നഷ്ടം എന്തടി? നെഗറ്റീവ് പറഞ്ഞ് തിന്നുന്നതിനേക്കാളും മന്ദസ്
പോസിറ്റീവ് ആ നെഗറ്റീവിനെ തോൽപ്പിച്ച് പോസിറ്റീവ് പറയുന്നത്. അതെനിക്ക് അതുകൊണ്ട് എനിക്ക് യാതൊരു ഉളുപ്പും തോന്നുന്നില്ല. നിനക്കൊക്കെ ഉളുപ്പൊന്നെങ്കിൽ നീ ഒന്നും കാണണ്ട, ഞാൻ പറഞ്ഞു വന്നിരുന്ന് കാണണമെന്ന് ഇല്ലല്ലോ. അങ്ങനെ കമന്റായിട്ട് വരുന്നവർ ആരാണ് കമന്റിടെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്ന മറ്റവളുമാർ അവളുടെ ഒക്കെ അടിയിൽ ചെന്നിട്ട് ഉണ്ടാക്കിയാൽ മതി. എൻ്റെ അടുത്തോട്ട് ആരും ഉണ്ടാക്കാൻ വരണ്ട. ഞാൻ വീഡിയോ ഇടും. എനിക്ക് ഇഷ്ടമുള്ള കാലം വരെ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കും. എന്നെ കാണാൻ 10 പേരുണ്ട്, അത് മതി. അവർ കാണും, അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എൻ്റെ വീഡിയോയിൽ ഒരു സത്യസന്ധത ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് എൻ്റെ കൂടെ ആൾക്കാർ നിൽക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അല്ല നീ നെഗറ്റീവ് പറയാൻ വരുന്ന ഒരുത്തനും വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഒരുത്തിയർക്കും വേണ്ടിയിട്ടല്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഈ അസുഖത്തിൻ്റെ കാര്യം കറക്റ്റായിട്ട് പറഞ്ഞ ഇതാണ്. 2 ലക്ഷത്തി കറക്റ്റായിട്ട് ആ ബില്ലിനകത്ത് എമൗണ്ട് മെഡിസിൻ്റെ കറക്റ്റ് ആ ബില്ലിനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 2,57,207 രൂപയാണ് ഇതിൻ്റെ കറണ്ട് പ്രൈസ്. പ്രിന്റഡ് ആയിട്ടുള്ള റേറ്റ് ആണ് 2,57,207 രൂപ. അത് അവിടെ നിന്ന് മേടിക്കുന്ന സമയത്ത് ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇവർക്ക് കിട്ടുന്നത്. എത്ര? 2 ലക്ഷത്തി സംതിങ്ങിന് കിട്ടുന്നത്. ആ ബില്ലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി ആ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ 6 കീമോയ്ക്കും ഈ കീമോ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. ഈ ഒരു 2 ലക്ഷത്തി സംതിങ് രൂപയുടെ ഈ ഒരു മെഡിസിൻ ഇത് വേറൊരു ഞാൻ ഇപ്പോഴും അതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഈ ഒരു മെഡിസിൻ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതാണെങ്കിൽ ഇത് 5000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഞങ്ങൾ ഒന്നാം കിട്ടുന്ന സ്ഥലം നിങ്ങളൊന്ന് പറഞ്ഞു തരിക. അതെ, ഇതിനെ കിടന്ന് കോരപൂരം പ്രസംഗിച്ച് കൊരച്ച് ചാടിയിട്ട് വരുന്ന പേപ്പട്ടികളോട് പറയാനുള്ളതാണ്. 5000 രൂപയ്ക്ക് ഇവർ ഈ പറഞ്ഞ ഈ സെയിം മെഡിസിൻ 5000 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് അവർക്ക് ആ മെഡിസിൻ കിട്ടാനുള്ള ഒരു ഏർപ്പാട് ചെയ്ത് കൊടുക്കുക. ആ മെഡിസിൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ സെയിം മെഡിസിൻ ആയിരിക്കണം. ഈ മെഡിസിൻ 5000 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ ദയവ് ചെയ്ത് അവർക്കും കൂടെ ഒന്ന് മേടിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6 കീമോയ്ക്ക് 5000 രൂപ വെച്ചാൽ 35,000 രൂപയല്ലേ ആവുന്നുള്ളൂ. ഇതിപ്പോൾ ഒരെണ്ണത്തിന് ഒരു കീമോയ്ക്ക് തൊട്ട് മുന്നേ ചെയ്ത ഈ ഇഞ്ചക്ഷന് 2 ലക്ഷത്തി സംതിങ്ങാണ് റേറ്റ് വരുന്നത്. അപ്പോൾ 6 എണ്ണം ആകുമ്പോഴത്തേക്ക് 12 ലക്ഷം രൂപയോളം ആവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതങ്ങനെ ഒരു ഉപകാരം ചെയ്യും. അത് കിട്ടുമെന്ന് ഉറപ്പുള്ളവർ എന്തിനാണ് മറഞ്ഞു നിൽക്കുന്നത്? ഇന്ന സ്ഥലത്ത് ഇന്ന ഹോസ്പിറ്റലിൽ ചെന്നാൽ അല്ലെങ്കിൽ ഇന്ന മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ മെഡിസിൻ അവിടെ 5000 രൂപയ്ക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പബ്ലിക്കിലിട്. അല്ലാതെ അണ്ടർഗ്രൗണ്ടിൽ നിന്നിട്ട് വോയിസ് മാത്രം ഇട്ടിട്ട് അയ്യോ അത് അങ്ങനൊന്നുമില്ല, ഇങ്ങനെ ഒരു ക്യാൻസർ പേഷ്യന്റ് ഇത്ര എമൗണ്ട് ഒന്നും ആവത്തില്ല, ഞങ്ങളൊക്കെ 5000 രൂപ ആയുള്ളൂ എന്ന് പറയാതെ അതെവിടെ കിട്ടും, ഈ സെയിം മെഡിസിൻ എവിടെ കിട്ടും, ഇത്ര രൂപയ്ക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് പബ്ലിക് ചെയ്യും. അതിൻ്റെ ഒരു ചെയ്യേണ്ടുന്ന ഒരു നന്മ. അല്ലാതെ ഇങ്ങനെ പുറമെ വന്നിരുന്നുകൊണ്ട് പറയുകയല്ലല്ലോ ചെയ്യേണ്ടുന്നത്. ഈ ഒരു ഇഞ്ചക്ഷനാണ്. കാരണം ഇത് ഓരോ കീമോ ചെയ്യുമ്പോഴും കീമോയ്ക്ക് മുമ്പായിട്ട് ഈ ഒരു ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഫുള്ള് സ്ക്രീൻ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരാളടുത്ത് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം എന്ത് സംഗതി കാണും, നമുക്ക് അറിഞ്ഞുകൂടാത്ത എന്ത് കാര്യത്തെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ധരിയും മൊബൈൽ ഫോൺ ഏത് സമയം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലേ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണല്ലേ. ഗൂഗിളിൽ പോയി ഈ മെഡിസിൻ്റെ നെയിം കൊടുത്തിട്ട് അതൊന്ന് സെർച്ച് ചെയ്ത് അതിൻ്റെ എമൗണ്ട് എത്ര, ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഏതൊന്ന് കണ്ടുപിടിച്ച് നോക്ക്. അതിന് വേറെ അങ്ങോട്ട് പോകണ്ടല്ലോ, അതൊന്നും നിനക്കൊന്നും വയ്യ. ചുമ്മാ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതായിട്ട് അതിനെതിരെ പ്രതികരിച്ച് നെഗറ്റീവ് വീഡിയോ ഇടാൻ വേണ്ടി ഭയങ്കര മിടുക്കാണ്. ആ മെഡിസിൻ എടുത്ത് ഗൂഗിളിൽ അടിച്ച് നോക്ക്, അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് അടിച്ച് നോക്കണോ, അല്ലെങ്കിൽ നോക്കടി, അങ്ങനെ പറയുന്നത് നോക്ക്. അപ്പോൾ മനസ്സിലാവും. 5000 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ മേടിച്ച് കൊടുക്കുക. ഞങ്ങൾ പറയുന്നുണ്ടല്ലോ 5000 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ അത് വളരെ ഒരു ഉപകാരമായ കാര്യമാണ്. ഈ സെയിം മെഡിസിൻ കിട്ടുമെങ്കിൽ അത് എവിടെയാണെന്ന് കൂടി ഒന്ന് പറഞ്ഞതാ. പുറമെ വന്നിരുന്നുകൊണ്ട് എൻ്റെ വോയിസ് ഇതാണ്, ഞാൻ ഇന്നൊരാളാണ്, ഇന്നടുത്ത് എനിക്ക് ഇത്ര ആയില്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത് ഇടുന്നവന്മാരടുത്ത് കൂടെ പറയുന്നത്, അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് കിട്ടുന്ന ഇന്നടുത്ത് കിട്ടും, അവിടെ പോയി മേടിക്കുന്നു പറഞ്ഞുകൊണ്ടിട്, അതാ അന്തസ്. പിന്നെ ക്യാൻസർ വരുന്നത് ക്യാൻസർ പേഷ്യൻസ് തന്നെയാണോ അതിൽ വോയിസ് അയച്ചേക്കുന്നതും എനിക്കറിയില്ല. ഇൻഫെക്ഷൻ്റെ കാര്യം നിങ്ങൾ പറയുന്ന പോലെ പെയിൻ കില്ലറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 5000 രൂപ കിട്ടിയ മെഡിസിനോ അതാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ഈ പറയുന്നവരുടെയൊക്കെ ഫാദറിന്റെ ഫാക്ടറിയിലാണ് 5000 രൂപയ്ക്ക് കിട്ടുന്നത്. എന്നാൽ അതും കൂടെ ഒന്ന് പബ്ലിഷ് ചെയ്തുകൂടെ? കിട്ടും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നടുത്ത് കിട്ടും എന്നും കൂടി പറ, അതല്ലേ ഒരു അന്തസ്. നിങ്ങൾ കൺഫേം ചെയ്തിട്ടാണോ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ അതിനകത്ത് കുറേ ക്യാൻസർ പേഷ്യൻസ് ആരൊക്കെയോ അവരുടെ വോയിസ് ഒക്കെ നിങ്ങൾ എടുത്തിട്ടിട്ടുണ്ട്. അതിനകത്ത് ആ വോയിസ് പറയുന്ന ഒരു ആളുണ്ടല്ലോ, ആ ചേച്ചിയോടാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് ചേച്ചി പറയുന്നുണ്ടല്ലോ, എനിക്ക് അത്രേ ആയുള്ളൂ, എനിക്കും ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. ചേച്ചിയുടെ ആ ട്രീറ്റ്മെന്റ് റെക്കോർഡ്സും അതിന്റെ രേഖകളെല്ലാം ചേച്ചിയുടെ കയ്യിലുണ്ടല്ലോ. ചേച്ചിക്ക് അത് അറിയാമായിരിക്കുമല്ലോ. ചേച്ചി അത് വായിച്ചു നോക്കില്ലേ? ചേച്ചിയുടെ വീട്ടിലുള്ളവർക്ക് അതറിയാം. ചേച്ചി ഒന്ന് നോക്ക്, അതിൽ ചേച്ചിയുടെ ക്യാൻസർ ഏത് ടൈപ്പാണ്, ഏത് സ്റ്റേജ് ആണ്, അത് HER2 പോസിറ്റീവ് ആണോ അതോ നെഗറ്റീവ് ആണോ? ഇത് HER2 പോസിറ്റീവ് എന്ന് പറയുന്നത് മനസ്സിലായ വേരോടുക, അതായത് സ്പ്രെഡ് ആവും, വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ കീമോ ചെയ്യുന്ന അനുസരിച്ച് അടുത്തത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. ആ സ്പ്രെഡ് പകർച്ച തടയാൻ വേണ്ടിയിട്ടാണ് ഈ കീമോയ്ക്ക് തൊട്ട് മുന്നേ ഈ 2 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. ഇപ്പൊ മനസ്സിലായ? രേണുവിന് ഇത്രയും സംഭവങ്ങൾ, ഇതാണ് രേണുവിന്റെ ക്യാൻസറിന്റെ ടൈപ്പ്. ആ ടൈപ്പ് തന്നെയാണോ ചേച്ചിക്ക് ഉണ്ടായെന്ന് ചേച്ചി ഒന്ന് നോക്കുക.
എന്നിട്ട് വേണം ചേച്ചി പറയാൻ ചേച്ചിക്ക് ആയ മെഡിസിന്റെ വില തന്നെയാണോ രേണുവിനും ആകുന്നത്, ചേച്ചിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണോ രേണുവിനും കൊടുക്കുന്നതെന്ന്. രേണു ഹോസ്പിറ്റലായിരുന്നു എന്ന് കള്ളത്തരം പറയുന്നു, അവള് ഹോസ്പിറ്റലല്ലായിരുന്നു, അത് കെട്ടിച്ചമച്ച കഥയാണ് എന്നൊക്കെ പറയുന്നവരും ഉണ്ട്. അവരോട് പറയാനുള്ള, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഈ ഒരു ക്യാൻസർ വന്ന് അതിലെ സ്റ്റേജ് ഇവളുടെ ആ ഒരു സ്റ്റേജ് ആയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളവർ ഇത് പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഓരോ കീമോ ചെയ്ത് കഴിയുമ്പോഴും അവരുടെ കൗണ്ട് കുറയുന്നു, പിന്നെ വോമിറ്റിങ്, ലൂസ് മോഷൻ, അങ്ങനെയുള്ള ഓരോ അതിന്റെ സൈഡ് എഫക്ട്സുകളും വരുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അവർ ICUലാകും. പിന്നെ അത് കഴിഞ്ഞ് അതിൽ നിന്ന് റിക്കവറായി വന്നു കഴിയുമ്പം അടുത്ത കീമോയുടെ ടൈം ആകും. ആ കീമോ കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ ഈ കീമോ തീരുന്നോടം വരെ ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് അറിയാവുന്നവർക്കും അത് അനുഭവിച്ചവർക്കും ആ ഒരു വേദന മനസ്സിലാകും. അല്ലാതെ ഹോസ്പിറ്റലിലാണെന്നോ അപ്പോൾ എന്നും അവളങ്ങനെ കിടക്കണമെന്നോ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ നിന്ന്. കാരണം കീമോ കഴിഞ്ഞ് അതിന്റെ ആ ഒരു എഫക്റ്റ്, അതിന്റെ ബുദ്ധിമുട്ടുകൾ, അതിന്റെ ശാരീരികമായ അസ്വസ്ഥതകൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവളൊന്ന് എഴുന്നേക്കണ്ടേ? അവൾ എന്നും അങ്ങനെ കിടക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അവൾക്കൊരു കുഞ്ഞുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ. അവൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം അവൾ തിരിച്ചു വരണമെന്ന്. 100 പേര് രേണുവിനെ കുറ്റപ്പെടുത്തുമ്പോഴും അവളുടെ കുടുംബവും അവളുടെ കുഞ്ഞും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവരെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അവൾ പഴയതുപോലെ തിരിച്ചു വരും. അതിനുവേണ്ടി ഞങ്ങൾ ഓരോ കാര്യത്തിനും ഓടുന്നു. പുതിയ ടെസ്റ്റുകൾ, കാര്യങ്ങൾ, ഹോസ്പിറ്റല്, പുതിയ ട്രീറ്റ്മെന്റ്, മെഡിസിൻ, ഇതെല്ലാമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു പ്രാർത്ഥനയോട് കൂടി. അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ഇനിയെങ്കിലും നിങ്ങൾ ഈ സത്യാവസ്ഥയൊന്ന് മനസ്സിലാക്കുക. ഈ മെഡിസിന്റെ കാര്യം ഒന്നും ഒരു കള്ളത്തരമുള്ള കാര്യമല്ല. ഇതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ നിങ്ങൾ ഇതുപോലെ വീഡിയോ ചെയ്യാൻ? എന്തിനാണ് അവളെ വീണ്ടും ഇങ്ങനെ ദ്രോഹിക്കുന്നത്? നിങ്ങൾക്ക് അവൾക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഞങ്ങൾ ഒന്നും ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ അവളെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥന മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഇപ്പൊ ഈ 10-ാം തീയതി സെക്കൻഡ് കീമോ ആയിരുന്നല്ലോ. ഈ കീമോ കഴിഞ്ഞ് വന്നതിന് ശേഷം ആ ആദ്യത്തെ കീമോയിൽ ICUവിൽ അഡ്മിറ്റ് ചെയ്ത കണക്ക് ഇപ്പോഴും രേണുസുതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. കാരണം ഇത് തന്നെയാണ്, വോമിറ്റിങ്ങും ഈ തലചുറ്റലും ബാക്കി അത് ചെയ്ത് വന്നതിന്റെ ആ ഒരു എഫക്റ്റ് ആണ്. അപ്പൊ അത് 2-3 ദിവസത്തേക്ക് അത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പൊ അതുകൊണ്ട് രേണുസുതി ഇപ്പം ICUവിൽ തന്നെയാണ്, മെഡിക്കൽ കോളേജ് ICUവിലാണ്. പിന്നെ ഈ ഒരു ബില്ലിനെ കുറിച്ച് അവര് സത്യസന്ധമായി ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെ ഹൃദയത്തിന്റെ പിന്നെ എന്തോ പറയുന്ന ഹനുമാന്റെ ഹൃദയത്തിൽ സീതയും രാമനും ഇരിക്കുന്നത് ഹൃദയം തുറന്ന് കാണിച്ചു കൊടുക്കുന്ന പോലത്തെ ഒരു പ്രവൃത്തിയായി പോയി. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ കണ്ടിട്ട് വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കാനാണ് തോന്നുന്നത്. എന്തിന്റെ A to Z കാര്യങ്ങൾ അവിടെ നടക്കുന്നതിന്റെ എല്ലാം കണ്ടോളമാർക്കും ബോധ്യപ്പെടുത്തിയിട്ട് ഈ കുടുംബത്തിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അത് പറയുന്നു അവർ സത്യസന്ധമായ രീതിയിൽ തെളിവ് ഉൾപ്പെടെ ഓരോന്ന് പറഞ്ഞിട്ടും അതിൽ നിന്നും എടുത്ത് നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇപ്പം ഈ ഒരു സംഭവം, ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം കുറെ വന്നിരിക്കുന്ന അലിഗേഷൻസ് എന്താണെന്ന് വെച്ചാൽ 2021 ബില്ലാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് രേണുവിന്റെ പേര് പോലും ഇല്ലാതെയാണ് ബില്ല് കൊടുത്തിരിക്കുന്നത്. എടാ വെടലകളെ, നീയൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ വളരെ വ്യക്തമായിട്ടും അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. നീ നോക്കടാ, ഇതിനകത്ത് രേഷ്മ P. തങ്കച്ചൻ എന്ന് തന്നെ ബില്ലിനകത്ത് പേര് കിടപ്പുണ്ട്. ഞാനതിവിടെ വലിയൊരു സ്ക്രീനായിട്ട് ഞാൻ കൊടുക്കുക, നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിയോണം. അത് പറയുമ്പോൾ എല്ലാം എന്ന് പറയും. ഈ നാശങ്ങൾ കുറേ നാശം പിടിച്ചവരുണ്ട്. അവർ പറയുന്ന നെഗറ്റീവ് കണ്ണു അടച്ച് വിശ്വസിച്ച് കാണാൻ വേണ്ടി കാത്തിരിക്കും. ഇവിടെ ഇതിന്റെയൊക്കെ ഓരോരുത്തരുടെ വീഡിയോ വരാൻ വേണ്ടി ആഹാരം പോലും കഴിക്കാതെ ടൈം നോക്കി കാത്തിരിക്കും. കാരണം പരദൂഷണം കേൾക്കാൻ ഇഷ്ടമാണല്ലോ. അങ്ങനെ ഒരാളെ അങ്ങ് തറ പറ്റിക്കാനും ഇപ്പൊ ഇത്രയും വലിയൊരു മാരകമായ ഒരു അസുഖം ഇത്ര സീരിയസ് സ്റ്റേജിലാണ് ആ കൊച്ചിനുള്ളത്. അതുപോലും വിറ്റ് കാശാക്കി എന്നാ പോട്ടോ പറയുന്നതിനകത്ത് ഒരു മനസ്സമാധാനം കിട്ടുന്ന രീതിയിൽ, അല്ലാത്ത രീതിയിലെങ്കിലും ഒരു വാക്ക് അതിന് പറ എന്ന് അവിടെ ഹൃദയം തുറന്നവർ കാണിച്ചാൽ പോലും അതിൽ നിന്ന് എടുത്ത് നെഗറ്റീവ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. ഇതൊക്കെ എങ്ങനെ ദഹിക്കുന്നത്? നാളെ ഇതൊക്കെ നിന്റെയൊക്കെ മണ്ടയ്ക്കകത്ത് വരുത്തില്ലെന്ന് ആര് കണ്ട്? ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരാണല്ലോ. തിന്നുന്നതിനകത്ത് ഒരു ഇച്ചിരി ആത്മാർത്ഥതയും ഒരു ഇച്ചിരി ദഹിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും കൂടെ ഉണ്ടാക്കി കൊടുക്കണം. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. ആ ബില്ല് നിങ്ങൾ നോക്കിക്കണം. ഇതിനകത്ത് ഇവർ പറയുന്ന ഏറ്റവും വലിയ അലിഗേഷൻ എന്താണെന്ന് വെച്ചാൽ ബില്ലിന്റെ ഡേറ്റ് ആണ് ഇവർ പറയുന്നത്. അതായത് DL നമ്പർ 2 413/21 2001. ആ ഒരു 2021 എന്ന് ഇത് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മെഡിസിന്റെ ലൈസൻസ് നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ആ ഡേറ്റ് ആണ് ഇത് സപ്ലൈ ചെയ്യുന്നതും കൊടുക്കാനും പറ്റുന്ന ഡേറ്റ് ആണ് അവർ അതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായ? 13/11/2001 അത് അവരുടെ ലൈസൻസ് ഏജൻസി കിട്ടിയ വർഷമാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഒരു ബുദ്ധിപൂർവ്വം ആലോചിക്കേണ്ടത് ഇത് 2026 ഈ അത് മാത്രം നോക്കിയിട്ട് ഉണ്ടാക്കാൻ നിൽക്കാതെ തൊട്ടിപ്പുറത്ത് ഇത് വലത് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഇടത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് നോക്കുക. അവിടെ GST DL ലൈസൻസ് നമ്പർ ഡേറ്റ് അത് കിട്ടിയ ഈ മരുന്ന് പിന്നെ സെയിൽ ചെയ്യാനുള്ള ഇവർക്ക് കിട്ടിയ ലൈസൻസ് ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ രേണുസുതി മരുന്ന് മേടിച്ചപ്പോൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ് 9/7/2026.
ബിൽ നമ്പർ 120251/2026/27 2026-27, അതായത് 9-ാം തീയതി മെനഞ്ഞാന്നാണ് ഇത് മേടിച്ചിരിക്കുന്നത്. അതിനകത്ത് പേഷ്യന്റ് നെയിം രേഷ്മ പി തങ്കച്ചൻ, 34 years. വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നതാണ്, വെണ്ടയ്ക്ക അക്ഷരത്തിൽ. ഇത് കുറെ പന്നലുകൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ചുമ്മാ എന്തെങ്കിലും വായിക്ക് വരുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ എന്തെങ്കിലും പറഞ്ഞ് ഉണ്ടാക്കണ്ടേ. ഈ മെഡിസിന്റെ MRP ടോട്ടൽ 2,57,207 രൂപയാണ് ഇതിന്റെ MRP. യു സേവ്, അതായത് ഡിസ്കൗണ്ട് അവർക്ക് കിട്ടിയിരിക്കുന്നത് 54,578.88 രൂപ. അത് കഴിഞ്ഞ് കറണ്ട് ആയിട്ട് അവർ ബില്ല് അടച്ച എമൗണ്ട് ടോട്ടൽ 2,02,628.12 മനസ്സിലായ? നമ്മൾ ഈ മെഡിസിൻ നമ്മുടെ കയ്യിൽ കിട്ടാൻ അവിടെ ബില്ല് പേ ചെയ്ത റേറ്റ് ആണ് 2,02,628 രൂപ. ഇതിനകത്ത് സേവ് ഡിസ്കൗണ്ട് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 54,578.88 രൂപ. ഈ മെഡിസിന്റെ ടോട്ടൽ എമൗണ്ട് 2,57,207 രൂപയാണ്. മനസ്സിലായ? അപ്പം കറക്റ്റ് ആണ്. ഇതൊക്കെ ആ ബില്ലിൽ തന്നെ വെണ്ടയ്ക്ക അക്ഷരത്തിലുള്ള കാര്യങ്ങളാണെന്നേ. ആ ഒറിജിനൽ ബില്ലാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇത് കണ്ടിട്ടാണ് കുറെ എന്താണ് പറയേണ്ടുന്നത്. ഇതിനകത്ത് 2001 പഴയ ബില്ല് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. അതിനകത്ത് രേഷ്മ പി തങ്കച്ചന്റെ പേരില്ല, ഈ മെഡിസിന് വെറും 5,000 രൂപയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേമാര് കേസിന് ഒരുക്കുന്നത് എന്താ ഉണ്ടാക്കാനാണ് നീയൊക്കെ ഉണ്ടാക്കാൻ പോയിരിക്കുന്നത്? നിനക്കൊക്കെ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. അത് കറക്റ്റ് ആയിട്ട് ആ ബില്ലിനകത്ത് റൗണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അവരുടെ ലൈസൻസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ മെഡിസിൻ സെയിൽ ചെയ്യാനായിട്ട് അവർക്ക് കിട്ടിയ ലൈസൻസ് ഡേറ്റ് ആണ് 2001. വളരെ വ്യക്തമായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. മനസ്സിലായ? ഇത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എനിക്ക് ഇന്നലെ മെനഞ്ഞോ തന്നെ ഇടേണ്ടുന്ന വീഡിയോ ആയിരുന്നു. ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ച് ബിസി ആയി പോയത് കൊണ്ടാണ് എനിക്ക് അന്നേരം അത് ഇടാൻ പറ്റാതെ പോയത്. കറക്റ്റായിട്ട് ഇപ്പം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈ സത്യസന്ധത കാര്യങ്ങൾ കേൾക്കാൻ വരുന്ന കുറച്ച് ആൾക്കാർ എൻ്റെ ചാനലിലുണ്ട്. അവരടുത്ത് ഞാൻ ബോധിപ്പിക്കുകയാണ്, നിങ്ങളിത് കണ്ടതിന് ശേഷം മറ്റുള്ളവന്മാരിടുന്ന ചാനലിൽ ചെന്ന് അവർ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ കറണ്ട് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അതിനകത്ത് പക്കയായിട്ട് കൊടുക്കണം. കാരണം സത്യസന്ധമായിട്ടുള്ള ഒരു ബില്ലാണിത്. 9-ാം തീയതിയാണ് അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയാണ് ഈ മെഡിസിൻ കളക്ട് ചെയ്യുന്നത്. മനസ്സിലായ? എന്നിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ട് ചെന്ന് തന്നെയാണ് കീമോയും ചെയ്തത്. അപ്പോൾ അതിനിടയ്ക്ക് വേറെ ഒരു അലിഗേഷൻ കൂടെ വന്നായിരുന്നു. രേണുസുതി ഇപ്രാവശ്യം കീമോ ചെയ്യുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്, കോട്ടയം മെഡിക്കൽ കോളേജ് നമ്മളെ തള്ളിയല്ല മറിച്ചിട്ട്. എന്താണ് നമുക്ക് സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇത്. എന്തിനാണ് ഇങ്ങനെ ഇത്രയും ഒരു അസുഖം, അത് നല്ല പറയാൻ മാരകമായിട്ടൊരു അസുഖമാണ് ആ കുഞ്ഞിനെ ആ പെണ്ണിനെ ബാധിച്ചിരിക്കുന്നത്. അതും 4th സ്റ്റേജ്. പ്രത്യേകിച്ചും ഇത് സ്പ്രെഡ് ചെയ്യുന്നതാണ്. അതായത് ഓരോ കീമോ നമ്മൾ ഈ ഓരോ കീമോ ചെയ്യുമ്പോഴും അത് കരിച്ച് കളയുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യുന്നതനുസരിച്ച് മറ്റേത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. ആ സ്പ്രെഡിനെ തടയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ 2,00,000 രൂപയുടെ മെഡിസിൻ ആദ്യം ഒരു ഇഞ്ചക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ പ്രയോജനമില്ല. കീമോ ചെയ്യുന്നതനുസരിച്ച് കീമോ ചെയ്ത് 6 കീമോ ചെയ്ത് പോയാലും ഈ വേറെ എവിടെ കാണുകയും ചെയ്യും, ഇതിനെക്കാട്ടി കൂടുതലായിട്ട് സ്പ്രെഡ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ ട്രീറ്റ്മെന്റ് ഫലം കിട്ടണമെങ്കിൽ ഈ ഒരു മെഡിസിൻ ഈ കീമോയ്ക്ക് തൊട്ട് മുന്നേ അത് യൂസ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഇതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ വളരെ വിശദമായിട്ട് ആ സ്ക്രീനിൽ ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നുണ്ട്. ആ ബില്ല് ഉൾപ്പെടെ, ബില്ലിനകത്ത് രേഷ്മ പി തങ്കച്ചൻ എന്നുള്ള പേര് ഉൾപ്പെടെ, ഇതിന്റെ ഫുള്ള് MRP, അതിന് അവർക്ക് കിട്ടിയ ഡിസ്കൗണ്ട്, അവർ കൊടുത്ത എമൗണ്ട് വളരെ വ്യക്തമായിട്ടുണ്ട്. ഇതൊന്നും കണ്ടിട്ട് ഈ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പരമനാറികളാണുള്ളത്. പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പരമനാറികൾ. അതല്ലാതെ എന്താണ് പറയാൻ പറ്റുന്നത്? ഇങ്ങനെയുണ്ടോ? ഇങ്ങനെ ഒരു മനുഷ്യനെ ഇങ്ങനെ എടുത്തിട്ടുണ്ടാക്കാവോ? അപ്പൊ നീ പിന്നെ എന്ത് ചെയ്യുന്ന? റീച്ച് ഉണ്ടാക്കിയത് കണക്കായി പോടാ. ഞാൻ റീച്ച് ഉണ്ടാക്കിയത് കണക്കായി പോയി. അത് അവളെ കുറ്റം പറഞ്ഞിട്ടോ അവളെ വലിച്ചു കീറിട്ടോ അവളെ വീട്ടുകാരെ താറടിച്ചിട്ടോ അല്ലല്ലോ ഉണ്ടാക്കുന്നത്. സത്യസന്ധമായ കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് റീച്ച് ഉണ്ടാക്കുന്നത്. അതിലെനിക്ക് യാതൊരു അഭിമാനക്കെട്ട് തോന്നുന്നില്ല. പറഞ്ഞു കേട്ടാ? അങ്ങനെ എന്റെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവന്മാർ കാണണ്ട. ഞാൻ പറഞ്ഞില്ലല്ലോ വന്നിരുന്ന് കണ്ടിട്ട് നീ കമന്റ് ഇടാൻ. പിന്നെ നീയൊക്കെ നിന്റെ അമ്മയെ നിന്റെ വീട്ടിലുള്ളവരെയും വിളിക്കുന്ന പേരും കൊണ്ട് എന്റെ അടുത്തോട്ട് ഉണ്ടാക്കാൻ വരരുത്. പറഞ്ഞേ, എന്റെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരുണ്ട്. സത്യസന്ധത മനസ്സിലാക്കണം, സത്യം മനസ്സിലാക്കണം. സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു പറ്റ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ സത്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അവർ മുഖേന മറ്റുള്ള നെഗറ്റീവ് ഇടുന്നവരുടെ കമന്റിനെ താഴെ ചെന്ന് വളരെ വ്യക്തമായ രീതിയിലും സ്പഷ്ടമായ രീതിയിലും നല്ല കമന്റുകൾ തിരിച്ചു കൊടുക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ പറഞ്ഞാൽ, ഇതുവരെ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്ന് ഹൈപ്പ് കൊടുത്ത് ഒരു ലൈക്കും കമന്റും കൊടുത്ത് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് തരണം. എൻ്റെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കണം. ഓക്കെ, അതെനിക്കിത് ഇത്ര മാത്രമേ പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് താങ്ക് യു.